ഡോൺബോസ് മേഖലയിലെ അടുത്ത പ്രധാനപ്പെട്ട നഗരമായ പോക്രോക്സ്. ഇത് എത്രയും പെട്ടെന്ന് റഷ്യയുടെ കൈകളിലേക്ക് വീഴാൻ പോകുന്നുവെന്ന് ഒരു 3 ദിവസം മുൻപ് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ ഒരു നഗരത്തോട് വളരെ അടുത്ത് റഷ്യ എത്തി. ഏകദേശം 5 മുതൽ 6 കിലോമീറ്ററിനടുത്ത് റഷ്യൻ സൈന്യം എത്തിയിട്ടുണ്ട്. ആ നഗരത്തെ ചുറ്റിവളഞ്ഞ് ആ സൈന്യം നിൽക്കുന്ന അതേ സമയത്ത് ബാഖ്മുത്ത്, അവ്ദീവിക, ഈ 2 ഭാഗങ്ങളും ഉക്രൈന്റെ കയ്യിൽ നിന്ന് പോയപ്പോൾ അവർക്ക് എത്രമാത്രം പ്രശ്നങ്ങളാണോ ഉണ്ടായത്, അതിൽ കൂടുതൽ നാശനഷ്ടങ്ങളും പ്രത്യാഘാതങ്ങളും ഈ ഒരു നഗരത്തെ നഷ്ടപ്പെടുന്നതിലൂടെ ഉക്രൈന് സംഭവിക്കാൻ പോകുന്നു. ഇതൊരു സാധാരണ കാര്യം പോലെ തോന്നുന്നില്ല. ബാഖ്മുത്ത്, അവ്ദീവിക, ഈ 2 വേണ്ടിയും എത്ര വലിയ യുദ്ധമാണ് നടന്നത്. അതിൽ ഉക്രൈൻ എത്രത്തോളം നഷ്ടം സംഭവിച്ചു. റഷ്യ ആ ഒരു സിറ്റിയെ പിടിക്കാനായി എത്ര സൈനികരെ ബലി കൊടുത്തു. അല്ലെങ്കിൽ ഉക്രൈനും റഷ്യയ്ക്കും ഇടയിൽ നടന്ന ഈ സംഘർഷത്തിൽ എത്രത്തോളം വലിയ നഷ്ടമാണ് ഈ 2 നാടുകൾക്കും സംഭവിച്ചത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ നഷ്ടങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന നഗരമായി ഇത് മാറാൻ കാരണമെന്ത്? കൂടാതെ ഇപ്പൊ കേഴ്സ് ഭാഗങ്ങൾക്കുള്ളിൽ ഉക്രൈൻ ഏത് ഉദ്ദേശത്തോടു കൂടിയാണോ അകത്തേക്ക് പോയത് അത് ഉക്രൈനെ കൊണ്ട് നിറവേറ്റാൻ സാധിക്കുന്നില്ല എന്ന് ഉക്രൈനെതിരെ ഒരുപാട് വിമർശനങ്ങളും പല സത്യങ്ങളും പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണിത്. എന്തുകൊണ്ട് ഈ പോക്രോക്സ് റീജിയൻ വളരെ പ്രധാനപ്പെട്ട റീജിയനായി മാറി, അവ്ദീവികയെക്കാട്ടിലും ഇതെന്തുകൊണ്ട് പ്രധാനപ്പെട്ടത്, ഇതെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി അറിയാം. ഈ റഷ്യ ഉക്രൈൻ യുദ്ധം 2022 ആരംഭിച്ചു. അത് തുടങ്ങിയതിനു ശേഷം ഇന്നത്തെ ദിവസം വരെയും റഷ്യ എത്രത്തോളം സ്ഥലങ്ങൾ ഉക്രൈനിൽ നിന്നും പിടികൂടി, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയെ കരസ്ഥമാക്കിയെന്ന് നോക്കിയാൽ കേഴ്സൺ, സാബ്രോസീഷ്യ, ഡോൺബോസിലുള്ള ഡൊണറ്റ്സ്, ലുഗൻസ്, കൂടാതെ കാർഖീവിലെ ചില പ്രദേശങ്ങൾ, ഇങ്ങനെ 4 പ്രധാനപ്പെട്ട പ്രദേശങ്ങളെ കൈവശപ്പെടുത്തി എന്നത് മാത്രമല്ല, കാർഖീവിലും അവരുടെ ആക്രമണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ ഭാഗങ്ങളിൽ കേഴ്സൺ ആയാലും അല്ലെങ്കിൽ സാബ്രോസീഷ്യ ആകട്ടെ, ഈ പ്രദേശങ്ങളിൽ സംഭവിക്കാത്ത ഒരു യുദ്ധം അല്ലെങ്കിൽ ഈ സ്ഥലത്ത് അധികം നടക്കാത്ത ഒരു പോരാട്ടമാണ് ഡോൺബോസ് മേഖലയിൽ എപ്പോഴും നടക്കുന്നത്. നിങ്ങൾ ഏത് വാർത്ത വേണമെങ്കിലും എടുത്തു നോക്കാം, അല്ലെങ്കിൽ റഷ്യ ഉക്രൈനെ കുറിച്ചുള്ള ഏത് വാർത്ത നോക്കിയാലും നിങ്ങൾക്കൊരു 10 വാർത്ത കിട്ടിയാൽ അതിൽ 8 വാർത്ത ഈ ഡോൺബോസ് മേഖലയിൽ നടക്കുന്ന പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. ബാക്കിയുള്ള 1-2 മാത്രമായിരിക്കും മറ്റു മേഖലകളിൽ നടക്കുന്നതും മറ്റു പ്രശ്നങ്ങളും. കാരണം ഈ ഡോൺബോസ് മേഖലയെ കേന്ദ്രീകരിച്ചാണ് ഈ യുദ്ധം ആരംഭിച്ചത് തന്നെ. ഡൊണറ്റ്സ് പീപ്പിൾ റിപ്പബ്ലിക് കൂടാതെ ലുഹാൻസ് പീപ്പിൾ റിപ്പബ്ലിക് ഇവരെ ഒരു പ്രത്യേക നാടായി അംഗീകരിക്കുകയും അല്ലെങ്കിൽ അവിടെയുള്ള നാടുകൾക്ക് ഭരിക്കാനുള്ള അനുവാദം നൽകുന്നുവെന്ന് റഷ്യ പറഞ്ഞതിന് ശേഷമായിരുന്നു ഈ ഒരു പ്രശ്നം തന്നെ ആരംഭിച്ചത്. കാരണം അവിടെയുള്ള എല്ലാവരും പ്രോ റഷ്യൻസ് ആണ്. അങ്ങനെ 2014 ഈ ഒരു പ്രശ്നം ആരംഭിച്ചു. പിന്നീട് ഒരു 8 വർഷം കഴിഞ്ഞ് 2022 വീണ്ടും ആരംഭിച്ചു. ഇതിനിടയിൽ 2014 മുതൽ 2022 ആ പ്രദേശങ്ങളിൽ, ഡോൺബോസ് മേഖലയിൽ, ഡൊണറ്റ്സ്, ലുഹാൻ ഭാഗങ്ങളിൽ ഉക്രൈൻ ചെറിയ രീതിയിലൊന്നും അല്ല ആക്രമണം നടത്തിയത്. വളരെ മോശമായ യുദ്ധ അന്തരീക്ഷത്തിൽ എങ്ങനെ ഒരു ആക്രമണമാണോ നടക്കുന്നത്, അതുപോലൊരു ആക്രമണമായിരുന്നു അവിടെയുള്ള പ്രോ റഷ്യൻസിന് നേരെ ഉക്രൈൻ സൈന്യം നടത്തിയത്. ഇങ്ങനെ യുദ്ധം നടക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട റൂട്ട്സ് ആയിരുന്നത് 3 സ്ഥലമായിരുന്നു. ഒന്നാമത്തേത് ബാഖ്മുത്ത്, മറ്റൊന്ന് അവ്ദീവിക, മൂന്നാമതായുള്ള പ്രദേശമാണ് ഈ പോക്രോക്സ്. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ എടുക്കുകയാണെങ്കിൽ അതിൽ 2 ഇപ്പോൾ റഷ്യയുടെ കൺട്രോളിലാണ്, ബാഖ്മുത്ത്, അവ്ദീവിക. ആ ലിസ്റ്റിൽ ഇനി ബാക്കിയുള്ളത് പോക്രോക്സ് മാത്രം. അപ്പോൾ ഇത് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണെന്നുള്ളത് ഇതിലൂടെ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഫെബ്രുവരി മാസം 2022 അവ്ദീവികയെ കൈപ്പറ്റുന്നു. ഈ അവ്ദീവികയെ കൈപ്പറ്റുന്നതിന് മുൻപ് ഉക്രൈൻ ഒരു വലിയ വാർത്ത പുറത്തുവിട്ടു. അല്ലെങ്കിൽ ലോക നാടുകൾക്ക് മുൻപിൽ ഈ ഒരു വാർത്ത അവർ കാണിക്കാൻ ശ്രമിച്ചത്, അവ്ദീവിക റഷ്യയുടെ നിയന്ത്രണത്തിന് കീഴിലാകുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ട. റഷ്യയുടെ മുന്നേറ്റം എന്നത് മുഴുവനായും ഞങ്ങൾ നിരോധിച്ചു. അവ്ദീവിക ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന്, ഞങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെ എപ്പോഴും ആയിരിക്കുമെന്നും സെലൻസ്കിയുടെ സെൽഫിയോടുകൂടി പല ഫോട്ടോസ്, വീഡിയോസ്, അങ്ങനെ പല കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. എന്നാൽ എല്ലാം ഫെബ്രുവരി മാസം 2024 വരെ മാത്രമായിരുന്നു. അന്നത്തെ ദിവസം ആദ്യമായി റഷ്യയുടെ സൈന്യം അവ്ദീവികയ്ക്ക് അടുത്തേക്ക് പോകുന്നു. ഏത് സ്ഥലത്ത് നിന്നാണോ സെലൻസ്കി ഒരു സെൽഫി എടുത്തത് അതേ സ്ഥലത്ത് റഷ്യയുടെ കൊടി വെച്ചിട്ട് ഈ നഗരം ഞങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് വന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അടി തന്നെയായിരുന്നു. ഉക്രൈൻ ചിന്തിച്ചു പോലും നോക്കാത്ത രീതിയിലുള്ള നഷ്ടങ്ങൾ അപ്പോൾ മുതൽ അവർ കണ്ടുമുട്ടി. അതുപോലൊരു സംഭവമാണ് ബാഖ്മുത്തിലും നടന്നത്. ഉക്രൈന്റെ പ്രത്യാക്രമണത്തിന് ശേഷം റഷ്യക്ക് കിട്ടിയ 2 പ്രധാനപ്പെട്ട വിജയം ഏതെന്ന് ചോദിച്ചാൽ, ഒന്ന് ബാഖ്മുത്തിനെ കൈപ്പറ്റിയത്, മറ്റൊന്ന് അവ്ദീവികയെ ക്യാപ്ചർ ചെയ്തത്. ഇവ രണ്ടിനും എന്തുകൊണ്ട് ഇത്ര ഇമ്പോർട്ടൻസ് വന്നു?
ഒരു സ്ഥലത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ തീർച്ചയായും അതിനൊരു മൂല്യം ഉണ്ടായിരിക്കണം. ഒരു പ്രധാനപ്പെട്ട ടൗണിനെ നമ്മൾ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ആ ടൗൺ ഉപയോഗിച്ച് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ വികസനങ്ങൾ തന്ത്രപരമായി യുദ്ധത്തിനാവശ്യമായ ഒരു സ്ഥലമായിരിക്കണം. അത്തരത്തിൽ ഒരു സ്ഥലമാണ് ഈ അവ്ദിവികയും ബാഗ്മത്തും. കാരണം ഈ ഒരു സ്ഥലം തന്നെ ഒരു ഹബ്ബാണ്. ഇവിടെ നിന്ന് ഒരു റെയിൽ നെറ്റ്വർക്ക്, റോഡ് നെറ്റ്വർക്ക് എല്ലാം തന്നെ പിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ഉക്രൈൻ സൈന്യത്തിന് ആവശ്യമായ വിതരണം അവിടെ നിലയ്ക്കും. അവർക്ക് ആവശ്യമായ വെടിമരുന്ന്, ഭക്ഷണം ഇവ ഒന്നും തന്നെ റോഡ് നെറ്റ്വർക്ക് വഴിയോ റെയിൽ നെറ്റ്വർക്ക് വഴിയോ ഉക്രൈന്റെ ആർമിയെ കൊണ്ട് ആ മുൻനിരയിൽ ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോ സൈനികർ അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അവർക്ക് ആവശ്യമായ വെടിമരുന്ന് നൽകാൻ സാധിക്കുന്നില്ല. മെഡിക്കൽ സപ്ലൈസ്, ഫുഡ് സപ്ലൈസ്, അവർക്ക് ദൈനംദിന ജീവിതത്തിന് എന്തൊക്കെയാണോ ആവശ്യം, മുൻനിരയിലേക്ക് പോയി യുദ്ധം ചെയ്യാൻ എന്തൊക്കെയാണോ ആവശ്യം, അതൊക്കെ നമുക്ക് നൽകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് സൈനികരെല്ലാം പിൻവാങ്ങാൻ ആവശ്യപ്പെടും. അപ്പോൾ ഈ ഹബ്ബായിട്ടുള്ള സ്ഥലം എത്രത്തോളം പ്രധാനമാണെന്നത് ഈ ഒരു ബാഗ്മത്ത് അവ്ദിവികയുടെ ക്യാപ്ചറിലൂടെ എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോൾ ഇത് ഫെബ്രുവരിയിൽ ക്യാപ്ചർ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 6-7 മാസമായി ഇതുവരെയും അവ്ദിവികയിൽ നിന്നും 25 കിലോമീറ്റർ വരെ മാത്രമേ റഷ്യ മുന്നേറിയിട്ടുള്ളൂ. 6 മാസത്തിൽ 25 കിലോമീറ്റർ മാത്രമാണോ പുരോഗമിച്ചതെന്ന് ചോദിച്ചാൽ അതെ, അങ്ങനെയാണ്. ഇതൊരു സാധാരണ കാര്യമല്ല. ഒരു ഓപ്പൺ ഗ്രൗണ്ടിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സൈനികരെ താഴെ ഇറക്കി വിടുകയും നിങ്ങൾ അങ്ങനെ ഓടിപ്പോവുക, എത്ര ദൂരമാണോ നിങ്ങൾക്ക് കാണുന്നത് അത്ര ദൂരം വരെയും നിങ്ങൾ പോവുക, നിങ്ങൾ പോകുന്ന ദൂരം അത്രയും നമ്മുടേതാണ്, നിങ്ങൾ പോകുന്ന അത്ര സ്ഥലവും നമ്മുടെ കൺട്രോളിലാക്കാം എന്ന് എളുപ്പത്തിൽ പറയുന്ന പോലെ ഒരു കാര്യമല്ല ഇത്. റഷ്യ എടുത്തു വയ്ക്കുന്ന ഓരോ ഇഞ്ചും, അതുപോലെ ഉക്രൈൻ തിരികെ റീക്യാപ്ചർ ചെയ്യാനായി എടുത്തു വയ്ക്കുന്ന ഓരോ അടിയും സ്ഫോടക വസ്തുക്കളും കുഴിബോംബുകളും നിറച്ച സ്ഥലമായിരിക്കും. എല്ലാവരെയും ചുറ്റി സജീവമായ ഒരു പോരാട്ടം ഉണ്ടായിരിക്കും. തലയ്ക്ക് മുകളിലൂടെ വിമാനങ്ങൾ പറക്കും, സൈഡിൽ പീരങ്കി ആക്രമണം, ഇങ്ങനെ വളരെ മോശമായ ഒരു യുദ്ധമായിരിക്കും ഇവിടെ നടക്കുന്നത്. ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട യുദ്ധമായി മാറുന്ന ഈ സ്ഥലം, ഡെഡ്ലിയസ്റ്റ് സ്ട്രൈക്ക് നടക്കുന്ന ഇടങ്ങളിൽ ഓരോ ഇഞ്ച് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ 6 മാസത്തിൽ 25 കിലോമീറ്റർ മുന്നേറി എന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഉക്രൈനെ കൊണ്ട് റീക്യാപ്ചർ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ റഷ്യ ഹോൾഡ് ചെയ്യണം. ഈ കുഴിയാന അനങ്ങുന്നത് പോലെ പതിയെ പതിയെ ഉക്രൈന്റെ പ്രദേശങ്ങളെ റഷ്യ ആക്രമിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇത് ഏത് സ്ഥലം വരെ എത്തിയെന്ന് ചോദിച്ചാൽ ഈ പോക്രോസ് ടൗണിൽ നിന്നും 5 മുതൽ 7 കിലോമീറ്റർ അകലെയുള്ള നുവാട്ടിക എന്ന സ്ഥലം, ഇത് തെക്ക് കിഴക്കൻ ഭാഗത്തുള്ള ഒരു പ്രദേശമാണ്. അതിനടുത്തുള്ള റോദ്വിക, മിലറോബിക, ഇങ്ങനെ പ്രധാനപ്പെട്ട പല ഗ്രാമങ്ങളും റഷ്യയുടെ നിയന്ത്രണത്തിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സ്ഥലത്ത് ആക്റ്റീവായി റഷ്യൻ ഫോഴ്സസിനെ ഡെപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ ആ ഒരു സിറ്റി റഷ്യയുടെ നിയന്ത്രണത്തിലേക്ക് പോകാം എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ 6 മാസത്തിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു നഗരം റഷ്യക്ക് ലഭിക്കാൻ പോകുന്നു. ഇത് റഷ്യക്ക് ലഭിക്കുന്ന വലിയൊരു വിജയമായി മാറാൻ പോകുന്നുവെന്ന് ഇപ്പൊ തന്നെ വെസ്റ്റേൺ കൺട്രീസ് അവരുടെ ന്യൂസ് പുറത്തിറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സിറ്റിയെ കൈവശപ്പെടുത്തുന്നതിന് ഈ സപ്ലൈസ് മുടക്കുക എന്ന കാരണം മാത്രം അല്ല ഉള്ളത്. അവ്ദിവികയ്ക്ക് വെസ്റ്റേൺ സൈഡ് പോക്രോവ്, അതിന് കുറച്ച് മുകളിലായി ഒരു 50 കിലോമീറ്റർ മാറി ബാഗ്മത്ത്, ബാഗ്മത്തിന്റെ വെസ്റ്റേൺ സൈഡ് ക്രമറ്റോസ് ഭാഗം. ഇപ്പോൾ ഈ 4 ലൊക്കേഷനും ഒരു സ്ക്വയർ ഷേപ്പിൽ എത്രത്തോളം ഡിഫൻസിന് പ്രധാനപ്പെട്ടത്, അതുകൂടാതെ ലോജിസ്റ്റിക് ഹബ് ട്രാൻസ്പോർട്ടിനും ഇത് എത്രത്തോളം ആവശ്യമാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും. ഇപ്പോൾ ഈ ബാഗ്മത്ത് ഫ്രണ്ടിൽ നിന്നും പോക്രോസ് മേഖലയെ കണക്ട് ചെയ്യുന്ന പല കിലോമീറ്റർ നീളമുള്ള ഒരു റെയിൽവേ ശൃംഖലയുണ്ട്. കൂടാതെ കണക്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട റോഡ് നെറ്റ്വർക്കുമുണ്ട്. ഇതല്ലാതെ ഈ പോക്രോസിൽ നിന്നും ക്രമറ്റോസ് മേഖലയിലേക്ക് ഡയറക്റ്റ് ഒരു റോഡ് കണക്ഷൻ ഇല്ല. അപ്പോൾ ഈ പോക്രോസിൽ നിന്നാണ് ബാഗ്മത്തിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഉക്രൈനിലേക്ക് പോകാൻ തുടങ്ങിയത്. ഇപ്പോൾ റഷ്യ വളരെ കാലമായി ഇതിന് നടുവിലുള്ള ആ ഒരു റോഡ് ആക്രമിക്കാൻ തുടങ്ങി. ഈ പോക്രോസിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ബാഗ്മത്തിനെ ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം റഷ്യയുടെ നിയന്ത്രണത്തിലേക്ക് വരും. അടുത്ത് ക്രമോട്ടോസിനെ നോക്കി അവർ പുരോഗമിക്കുമ്പോൾ ആ ഭാഗത്തുള്ള ഉക്രൈൻ സൈനികർക്ക് യാതൊരു സഹായവും ലഭിക്കാതെയാകും. മൊത്തത്തിൽ ഈസ്റ്റേൺ സൈഡിലുള്ള ആ ഒരു ഫ്രണ്ട് ലൈനിലെ ഉക്രൈൻ സൈനികർക്ക് യാതൊരു ലോജിസ്റ്റിക് കൂടാതെ പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ട് സഹായവും റോഡ് നെറ്റ്വർക്ക് വഴി അവർക്ക് ലഭ്യമാകില്ല. ഈ റെയിൽ നെറ്റ്വർക്കും റോഡ് നെറ്റ്വർക്കും മാത്രമല്ല ഇവിടെ പ്രധാനമായി മാറുന്നത്. ഈ റെയിൽ നെറ്റ്വർക്കിൽ ഇടയ്ക്കിടയ്ക്ക് റഷ്യയും ഉക്രൈനും ആക്രമണങ്ങൾ നടത്താറുണ്ട്. ഒരു റെയിൽ നെറ്റ്വർക്കിനെ നമ്മൾ ആക്രമിക്കുകയാണെങ്കിൽ അത് ശരിയാക്കിയെടുക്കാൻ ചില ദിവസങ്ങൾ എടുക്കും. കൂടാതെ റെയിൽവേ ട്രാക്ക് ഒന്നും പുതുതായി അവിടെ നിർമ്മിക്കാൻ പോകുന്നില്ല. നേരത്തെ തന്നെ അവിടെ ഒരു റെയിൽ ട്രാക്ക് ഉണ്ടെന്ന ഡേറ്റ റഷ്യയുടെ പക്കൽ ഉണ്ടാകും. ഈ ഡേറ്റ ഉപയോഗിച്ച് അവിടെ ആക്രമണം നടത്തുന്നത് കൊണ്ട് തന്നെ ഈ 2 രാജ്യങ്ങൾക്കും ഒരു രീതിയിൽ ആ റെയിൽ നെറ്റ്വർക്കിനെ കൺട്രോളാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ പോക്രോക്സ് മാപ്പ് ഒന്ന് പരിശോധിക്കുക. ഈ സ്ഥലത്ത് നിന്ന് സാബ്രോസിഷ്യ ഫ്രണ്ട്, കൂടാതെ ഈ സ്ഥലത്ത് നിന്ന് കാർക്കീവ് ഫ്രണ്ട് വരെയും ഡയറക്റ്റ് 5 ഹൈവേ പോകുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട 5 ഹൈവേ ഇവിടെ നിന്നാണ് പിരിയാൻ തുടങ്ങുന്നത്.
അതിനാൽ ഇത് പ്രധാനപ്പെട്ട ഒരു ഹബ്ബാണെന്നുള്ളത് ഈ റെയിൽ നെറ്റ്വർക്ക്, റോഡ് നെറ്റ്വർക്ക് തന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പോൾ റഷ്യ ഈ ഒരു സിറ്റിയെ ക്യാപ്ചർ ചെയ്യുന്നതിലൂടെ ഈ റോഡ് നെറ്റ്വർക്ക് വഴി നടക്കുന്ന മൂവ്മെന്റ്സ് എല്ലാം റഷ്യയെ കൊണ്ട് തടസ്സപ്പെടുത്താൻ സാധിക്കും. അതേസമയം ഉക്രൈന്റെ പ്രതിരോധ തന്ത്രവും അവിടെ പുറത്തു വരാൻ തുടങ്ങും. ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് വഴി പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു മാപ്പ് നിങ്ങൾ നോക്കുക. ഈ മാപ്പിൽ 3 ഡിഫൻസീവ് ലൈൻസ് മാത്രമാണ് ഉക്രൈനെ കൊണ്ട് അവിടെ നൽകാൻ കഴിഞ്ഞത്. അതിൽ 2 നേരത്തെ തന്നെ റഷ്യ തകർത്തു. ഇനി ഒരേ ഒരു ഡിഫൻസീവ് ലൈൻ മാത്രമാണ് ബാക്കിയുള്ളത്. അത് വരാൻ പോകുന്ന 24 മണിക്കൂറിനുള്ളിൽ തകർക്കും എന്ന ഊഹാപോഹങ്ങളും ഇപ്പോൾ പ്രവഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ അത് തകർക്കുകയാണെങ്കിൽ ആ സിറ്റിക്കുള്ളിൽ റഷ്യയുടെ ഫോഴ്സസ് കയറും. ശരി, ഈ ഒരു സിറ്റിയെ റഷ്യ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ റഷ്യക്ക് പ്രധാനമായി എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്? അടുത്ത് ഏത് രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും യുദ്ധകളത്തിൽ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തേക്ക് 4 റീജിയൺ റഷ്യയുടെ നിയന്ത്രണത്തിലേക്ക് വന്നു. നിപ്രോവക്സ് എന്ന മറ്റു റീജിയൻ ഉണ്ട്. അത് പോക്രോസ് സിറ്റിയിൽ നിന്നും 20 കിലോമീറ്റർ അകലെയാണുള്ളത്. പറഞ്ഞു വന്നാൽ ഉക്രൈൻ അവിടെ നിന്ന് പിൻവാങ്ങാനും തുടങ്ങിയിട്ടുണ്ട്. ഉക്രൈന്റെ കമാൻഡർ സിർസ്കി ഒരു കാര്യം പറഞ്ഞു, ബ്ലഡ് ബാറ്റിൽ അവിടെ നടക്കുന്നുവെന്ന്. അപ്പോൾ ഉക്രൈൻ ഇങ്ങനെ പിൻവാങ്ങും തോറും അടുത്ത 20 കിലോമീറ്ററും റഷ്യ കൈപ്പറ്റും. അങ്ങനെ വീണ്ടും ഒരു പ്രദേശം കൂടെ റഷ്യ തങ്ങളുടെ കൈകളിലാക്കും. മൊത്തം 5 റീജിയൻ ഞങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് അവർ പറയുകയും ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ ഡോൺബോസ് മേഖലയെ കൈവശപ്പെടുത്തുക, നിപ്രോ റിവറിന് ഈ സൈഡിലുള്ള ഭാഗങ്ങളെ പിടിച്ചെടുക്കുന്നത് മാത്രമാണ് ഉക്രൈനെതിരെയുള്ള റഷ്യയുടെ പദ്ധതിയെങ്കിൽ ഈ നിപ്രോ റിവറോടുകൂടി റഷ്യയുടെ ഒരു ഒഫൻസീവ് അവസാനിക്കും. അപ്പോൾ ഈ ഒരു പ്രദേശങ്ങളെല്ലാം കയ്യിലൊതുക്കി അത് റഷ്യയുടെ പ്രദേശങ്ങളാണെന്ന് അവർ പറയുകയും ഒരു പക്ഷെ അവിടെ യുദ്ധം നടക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. എല്ലാം ശരി തന്നെയാണ്. ഇപ്പോൾ ഈ രാഷ്ട്രീയപരമായും ഫ്രണ്ട് ലൈൻ ആവശ്യമായ ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയ്യുന്നതിനും ഈ ടൗൺ എത്രത്തോളം പ്രധാനം, അടുത്ത റഷ്യ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു, ഇതെല്ലാം നമ്മൾ അറിഞ്ഞു. ഇതിൽ ഉക്രൈന്റെ കേഴ്സ്ക് ഒഫൻസീവ് എന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. കാരണം ഔദ്യോഗികയിൽ ഒരു ബാറ്റിൽ നടക്കുമ്പോൾ ആ യുദ്ധത്തിൽ ഞങ്ങൾ തോൽക്കില്ല, ഔദ്യോഗികയെ ഞങ്ങൾ കൈവിടില്ല എന്നൊക്കെ പറഞ്ഞു. പോക്രോസ് യുദ്ധം അവസാനിച്ചപ്പോഴും ഞങ്ങൾ അത് ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ പ്രസ്താവനകളെല്ലാം ഒറ്റ ദിവസത്തിൽ തലകീഴായി മാറിയ കഥകളുണ്ട്. ഔദ്യോഗിക നഷ്ടപ്പെട്ടപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചത്, ബാഗ്മൻ നഷ്ടപ്പെട്ടപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചത്. ഇപ്പോൾ പോക്രോസ് നഷ്ടപ്പെടാൻ പോകുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഈ കേഴ്സ് ഭാഗങ്ങളിൽ അധിനിവേശം നടത്തിയപ്പോൾ കീവ് ഇൻഡിപെൻഡന്റ്, ഫിനാൻഷ്യൽ ടൈംസ്, ഫോക്സ്, ന്യൂയോർക്ക് ടൈംസ്, CNN ഇവരെല്ലാവരും ചേർന്ന് ഒരു കാര്യം സംസാരിച്ചു. നിങ്ങൾ എത്ര പേരത് ശ്രദ്ധിച്ചു എന്നറിയില്ല. റഷ്യ ഉക്രൈന് മുൻപിൽ കീഴടങ്ങും. കേഴ്സ്ക് അധിനിവേശം കാരണം റഷ്യ ഉക്രൈൻ പ്രദേശങ്ങളെ ഉപേക്ഷിച്ച് പുറത്തേക്ക് വരാൻ പോകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ ആ അധിനിവേശം ആരംഭിച്ച് 2 ദിവസത്തിൽ പറഞ്ഞു. എന്നാൽ ഇതേ ഫിനാൻഷ്യൽ ടൈംസ്, ഫോക്സ്, കീവ് ഇൻഡിപെൻഡന്റ് ഇവരെല്ലാവരും അവരുടെ ഹെഡ്ലൈൻസിൽ ഇന്നലെ പുറത്തുവിട്ട ഒരു വാർത്തയാണിത്. ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. ഈ ആർട്ടിക്കിളിൽ എല്ലാവരും പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: കേഴ്സ്കിൽ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഉക്രൈൻ അകത്തേക്ക് കയറിയത് അത് ഉക്രൈന് ചെയ്യാൻ സാധിക്കുന്നില്ല. ഉക്രൈൻ അകത്തേക്ക് കയറിയതിന്റെ ഫലം ഇപ്പോൾ അവർ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റഷ്യയുടെ ശ്രദ്ധ തിരിക്കാനായിരുന്നു ഉക്രൈൻ ഇത് പ്രധാനമായും ചെയ്തത്. കാരണം അടുത്ത ഒരു സിറ്റി റഷ്യ പിടിച്ചെടുക്കാൻ പോകുന്നു എന്നുള്ളത് ഉക്രൈന് 1-2 മാസങ്ങൾക്ക് മുൻപേ മനസ്സിലായി. റഷ്യയുടെ ട്രൂപ്പ് അഡ്വാൻസ്മെന്റ്, ഇവരുടെ ഡിഫൻസീവ് ലൈൻ എല്ലാം തകർക്കുക, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലൂടെയും അവർക്കത് മനസ്സിലായി. ഈ സമയത്ത് ഉക്രൈന്റെ പദ്ധതി അനുസരിച്ച് പെട്ടെന്ന് കേഴ്സ്കിൽ പോയി ആക്രമിക്കുകയാണെങ്കിൽ, ഒരു അധിനിവേശം നടത്തുകയാണെങ്കിൽ റഷ്യയുടെ എലൈറ്റ് സോൾജേഴ്സിനെയും കൂടാതെ ഈസ്റ്റേൺ ഫ്രണ്ടിൽ ആക്റ്റീവ് ആയിട്ടുള്ള സൈനികരെയും കൊണ്ടുവന്ന് കേഴ്സ്കിൽ നിറയ്ക്കും. അങ്ങനെ അവിടെ റഷ്യയുടെ സൈന്യം കുറയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അകത്തേക്ക് കയറി ആക്രമിക്കാം എന്നുള്ള ഒരു തെറ്റായ കണക്കുകൂട്ടൽ നടത്തി. അതായിരുന്നു എല്ലാ പത്രങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അങ്ങനെ ഉക്രൈൻ പദ്ധതിയിട്ട് നടത്തിയ ഒരു കാര്യം ഉക്രൈന് പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു റിസൾട്ട് നൽകിയതുമില്ല. ഉക്രൈൻ ചിന്തിച്ചതിൽ, പദ്ധതി ഇട്ടതിൽ ഒരല്പം പോലും കേഴ്സ്ക് അധിനിവേശം വഴി അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്ന് എല്ലാ ആർട്ടിക്കിളിലും സംസാരിക്കാൻ തുടങ്ങി. സത്യവും അതുതന്നെയാണ്. ഉക്രൈൻ ഇതൊക്കെ വളരെ നിസ്സാരമായി കണ്ടു. കേഴ്സ്കിൽ പോയി ആക്രമിക്കുകയാണെങ്കിൽ റഷ്യയുടെ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് തിരിക്കാം, അവർക്ക് അവിടെ അകത്തേക്ക് നുഴഞ്ഞു കയറാമെന്ന്. ഈ 1200 ചതുരശ്ര കിലോമീറ്റർ വരെയും അവരുടെ നിയന്ത്രണത്തിൽ വെച്ചു എന്ന് പറയുന്നു. പക്ഷേ അവരുടെ നിയന്ത്രണത്തിലാക്കിയെങ്കിലും അതിനെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകണം. അടുത്ത ഘട്ടമായി റഷ്യയെ നമ്മുടെ കീഴിലാക്കണം. പ്രധാനമായും ഈസ്റ്റേൺ ഭാഗങ്ങളിൽ നിന്ന് റഷ്യയുടെ ഒഫൻസീവ് കുറയ്ക്കാൻ കഴിയും എന്ന് ചിന്തിച്ച് ചെയ്ത കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഉക്രൈന് ബാക്ക്ഫയർ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം 12,000 സൈനികർ വരെയും ഉക്രൈൻ കേഴ്സ് ഭാഗങ്ങളിൽ നിർത്തിവെച്ചിട്ടുണ്ട്. അതിൽ ഒരു 4,000 പേരോളം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഒരു കാര്യം പറഞ്ഞു. ശരി, ഇതൊരു പക്ഷെ കള്ളമാണ്. റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഒരു കള്ളം പറഞ്ഞു എന്ന് വിചാരിച്ചാലും 12,000 പട്ടാളക്കാർ അകത്തുണ്ടെന്ന് കരുതുക. ഉക്രൈൻ സൈനികരിൽ ഒരാൾ പോലും മരിച്ചില്ല എന്നും കരുതുക. എല്ലാവരും ഇവിടെ ആയിരിക്കുമ്പോൾ പോക്രോസ് പ്രദേശത്ത് ഡിഫൻഡ് ചെയ്യാൻ ഉക്രൈന് ആളുകൾ തന്നെ ഇല്ല, സൈനികർ തന്നെ ഇല്ല. റഷ്യ ഓരോ ഡിഫൻസീവ് ലൈനായി തകർക്കുമ്പോൾ ഉക്രൈൻ സൈന്യം അവിടെ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പിൻവാങ്ങുന്ന സമയം അവർക്ക് സാധാരണ ഒരു തന്ത്രം അവിടെ പ്രയോഗിക്കാം.
ഇപ്പോൾ ഉക്രൈൻ്റെ പക്കൽ ഒരുപാട് സൈനികരുണ്ടെങ്കിൽ ഇങ്ങനെ പിൻവാങ്ങുന്ന സമയത്ത്, അതായത് ഒരു ഘട്ടത്തിന് ശേഷം എത്ര ബറ്റാലിയൻ ഉണ്ടെങ്കിലും എത്ര ലക്ഷം സൈനികർ റിസർവായി ആക്റ്റീവായി ഉണ്ടെങ്കിലും ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ നിങ്ങൾ പിൻവാങ്ങണം. ഒരു യുദ്ധത്തിൽ പിൻവാങ്ങുക എന്നുള്ളത് ഒരു സാധാരണ കാര്യമാണ്. പക്ഷെ തിരികെ ആ സ്ഥലത്തെ റീക്യാപ്ചർ ചെയ്യാതെ വിടുകയാണെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്കുള്ള ഒരു പരാജയമായി മാറുകയുള്ളൂ. ഇപ്പോൾ ഉക്രൈൻ പിൻവാങ്ങുമ്പോൾ ഈ പൊക്രോസ് മേഖലയിൽ നിന്നും ഒരു 20 കിലോമീറ്റർ ഞാൻ പറഞ്ഞല്ലോ, നിപ്രോ റീജിയണിന്റെ ആ ഒരു ബോർഡർ, ഇവ രണ്ടിനും നടുവിലുള്ള പ്രദേശത്ത് ഒരു വലിയ ഡിഫൻസീവ് ലൈൻ ഉക്രൈൻ നിർമ്മിക്കണം. അകത്ത് റഷ്യ ആക്രമിക്കാൻ വരുമ്പോൾ അവരെ മുന്നേറാൻ അനുവദിക്കാതെ കൂടുതൽ ട്രെഞ്ചസും കൂടുതൽ കുഴിബോംബുകളും അവിടെ നിറച്ച് അകത്തേക്ക് വരുന്ന റഷ്യൻ ട്രൂപ്സിനെ അകത്തേക്ക് കയറാൻ അനുവദിക്കരുത്. റഷ്യ ഇതുപോലെ ജൂലൈ മാസത്തിൽ ഒരു ആക്രമണം നടത്തി. ഉക്രൈൻ ഒരു കൗണ്ടർ ഒഫൻസീവ് നടത്തി. റഷ്യൻ സൈന്യത്തിനെതിരെ ഉക്രൈൻ അവരുടെ എല്ലാ സൈന്യത്തെയും ഒരുമിച്ച് കൂട്ടിയപ്പോൾ ആ ഉക്രൈൻ സൈനികർ എല്ലാവരെയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുകയും അവിടെ റഷ്യ ഒരു വലിയ മിസൈൽ ആക്രമണവും പീരങ്കി ആക്രമണവും നടത്തി. അതുപോലൊരു സെറ്റപ്പ് ഇവിടെ ഉക്രൈന് ബിൽഡ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉക്രൈനെ കൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവരുടെ പക്കൽ കൂടുതൽ ആയുധങ്ങളുമില്ല. ഇപ്പോൾ ആയുധങ്ങൾക്ക് തന്നെ ക്ഷാമം സംഭവിക്കാൻ തുടങ്ങി. ആയുധങ്ങൾ ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാനുള്ള ആ ട്രൂപ്സ് അവിടെ ഉക്രൈന് വളരെ കുറവാണ്. അപ്പോൾ ആയുധങ്ങൾ ഉണ്ടെങ്കിലും അത് വഹിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാനുള്ള സൈനികർ കുറഞ്ഞു വരുന്നു എന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉക്രൈനുള്ളത്. ഇതുകൊണ്ടാണ് ഡിഫൻസീവ് ലൈൻ സെറ്റ് ചെയ്യാനോ മുന്നേറി വരുന്ന റഷ്യയുടെ സൈന്യത്തെ തടയാനും ഉക്രൈനെ കൊണ്ട് കഴിയുന്നില്ല എന്ന സത്യം പുറത്തു വരാൻ തുടങ്ങി. പക്ഷേ പുറം ലോകം കാണിക്കുന്ന വാർത്തയെല്ലാം മറ്റൊന്നാണ്. ഉക്രൈൻ ഇങ്ങനെ ചെയ്യുന്നു, ഉക്രൈൻ അങ്ങനെ ചെയ്യുന്നു, ഉക്രൈൻ ഇവിടെയെല്ലാം ആക്രമിക്കുന്നു, ഇതെല്ലാം പിടിച്ചെടുക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അവസാനം ഒരു സത്യം എന്തെന്ന് ചോദിച്ചാൽ ഉക്രൈൻ അവരുടെ പ്രദേശങ്ങളെല്ലാം റഷ്യയുടെ പക്കൽ നഷ്ടപ്പെടുത്തുകയാണ്. ഉക്രൈനെ സംബന്ധിച്ച് ഈ കേഴ്സ്ക് അധിനിവേശം അവർ പദ്ധതി ഇട്ടതുപോലെ നടന്നു എന്നുണ്ടെങ്കിൽ റഷ്യയുടെ ട്രൂപ്പ് ഡെപ്ലോയ്മെന്റ് അവിടെ മാറിയിട്ടുണ്ടാകും. എന്നാൽ ഇതൊന്നും മാറാത്തത് ഉക്രൈൻ്റെ ഒരു തോൽവിയാണ് കാണിക്കുന്നത്. ഇതിലും വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ 12,000 സൈനികരെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ടുണ്ടല്ലോ. പല ബറ്റാലിയൻസിനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇതിൽ ഒരു 2 ബറ്റാലിയൻ ഓഫ് സോൾജേഴ്സ്, ഏകദേശം ഒരു 2,000 പേർ ഉണ്ടെങ്കിൽ മാത്രം മതി ആ പൊക്രോസ് ഭാഗത്തെ അവരെ കൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ അവർക്ക് എടുക്കാൻ സാധിക്കുമായിരുന്നു. കേഴ്സ്കിൽ ഒരു അധിനിവേശം നടത്തുകയാണെങ്കിൽ പൊക്രോസിൽ നിന്നും റഷ്യയെ പിന്തിരിപ്പിക്കാൻ കഴിയുമെന്ന് ആരോ പറഞ്ഞ ഒരു വാക്ക് കേട്ട് ഉക്രൈൻ നടത്തിയ ഈ ഒരു അധിനിവേശം ഇപ്പോൾ ഇൻഡയറക്റ്റായി ഡോൺബോസ് മേഖലയിൽ ഉക്രൈനെ പ്രതിധ്വനിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നോക്കാം, അമേരിക്കയിലെ പ്രധാനപ്പെട്ട എല്ലാ മീഡിയാസും അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ഒരു ടൗണിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം പറയും. സത്യത്തിൽ ഉക്രൈൻ ആ സ്ഥലത്ത് നഷ്ടമായാലും അതിനെ കവറപ്പ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ അതെല്ലാം അവർ ചെയ്യും. കേഴ്സ്ക് അധിനിവേശത്തെ വീണ്ടും അവർ വലുതായി കാണിക്കാൻ തുടങ്ങും. എന്നാൽ ഗ്രൗണ്ടിൽ സംഭവിക്കുന്നതെല്ലാം വിപരീതമായാണ്. റഷ്യയുടെ അടുത്ത വിജയത്തെ നോക്കി അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉക്രൈൻ ആവശ്യമില്ലാതെ റഷ്യയ്ക്കുള്ളിൽ കയറിയതിന്റെ അനന്തരഫലങ്ങൾ ഉക്രൈനുള്ളിൽ തന്നെ അവർ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കേഴ്സ്കിനെ സംബന്ധിച്ച് റഷ്യയുടെ ആക്രമണത്തെ അവർക്ക് ഒരുപാട് കാലത്തേക്ക് പ്രതിരോധിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ സുമി റീജിയനിലും കാർഖീവ് റീജിയനിലും റഷ്യയുടെ ഒഫൻസീവ് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ചെറിയ ചെറിയ ഗ്രാമങ്ങളെ ഓരോ ദിവസത്തെ ഇടവേളയിൽ റഷ്യ ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഉക്രൈൻ ഉണ്ടായ മറ്റൊരു വലിയ പരാജയം, കേഴ്സ്കിൽ ഉക്രൈൻ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഉക്രൈൻ പ്രതീക്ഷിച്ച കാര്യം രണ്ടാണ്. ഒന്നാമത്തേത്, ഈസ്റ്റേൺ ഫ്രണ്ടിലുള്ള സൈനികരെ റഷ്യ റീഗ്രൂപ്പ് ചെയ്യും. ആ സമയത്ത് നമ്മൾ അകത്തേക്ക് കയറാം, ഈസ്റ്റേൺ സൈഡിലേക്ക് പോകാമെന്ന്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. മറ്റൊരു കാര്യം, റഷ്യയ്ക്കുള്ളിൽ പോയി ഉക്രൈൻ ആക്രമിക്കുകയാണെങ്കിൽ ഒരു വലിയ സൈക്കോളജിക്കൽ വാർഫെയർ ഉണ്ടാകും. കാരണം നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, ഒരു ചെറിയ രാജ്യം ഇങ്ങനെ ആക്രമിച്ചല്ലോ എന്ന്. അവർക്ക് പുറകിൽ നാറ്റോ ഒരു 52 രാജ്യങ്ങൾ ഉണ്ടെങ്കിലും പുറമേ നോക്കുമ്പോൾ ഉക്രൈൻ വേഴ്സസ് റഷ്യ എന്നുപോലെ തോന്നുകയുള്ളൂ. ഇപ്പോൾ സൈക്കോളജിക്കൽ വാർഫെയർ ചെയ്യുമ്പോൾ റഷ്യ പെട്ടെന്ന് എടുത്തു ചാടി അവരുടെ എലൈറ്റ് ഫോഴ്സസിനെ കൊണ്ടുവന്ന് അവിടെ നിർത്തും. അതായത് ഈ കേഴ്സ്കിൽ നിർത്തും. അങ്ങനെ ഈ എലൈറ്റ് ഫോഴ്സസിന് നേരെ ഒരു ആക്രമണം നടത്തി അവരെല്ലാം മുഴുവനായും കൊല്ലാം. അവരെ മുഴുവനായും നശിപ്പിച്ചാൽ റഷ്യയ്ക്കുള്ള എലൈറ്റ് ഫോഴ്സസിന്റെ എണ്ണം കുറയും, സൈനികരുടെ എണ്ണം കുറയും എന്നുള്ള ഉക്രൈന്റെ ഒരു തെറ്റായ കണക്കുകൂട്ടലും അവിടെ പരാജയപ്പെട്ടു. കാരണം റഷ്യ ചെയ്തത് അങ്ങനെ ആയിരുന്നില്ല. എലൈറ്റ് സോൾജേഴ്സിനെ മാറ്റി നിർത്തുകയും സാധാരണ റിസർവ് ഫോഴ്സിലുള്ള സൈനികരെ ആദ്യം ഈ കേഴ്സ്കിൽ കളമിറക്കി. ഇത് കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ ഉക്രൈൻ സൈനികരെ അവിടെ ഒരു കൺട്രോളിൽ കൊണ്ടുവന്നതിന് ശേഷം സ്പെഷ്യൽ ഫോഴ്സസ് ആയ ആഖ്മദിനെ അകത്തേക്ക് അയച്ചു. ആദ്യമേ റഷ്യയുടെ റിസർവ് ഫോഴ്സസിനെ കൊണ്ടുവന്ന് ഉക്രൈന്റെ മുന്നേറ്റം തടഞ്ഞതിനു ശേഷം റഷ്യ അവിടെ സ്പെഷ്യൽ ഫോഴ്സസിനെ ഇറക്കി ഉക്രൈനെ പതിയെ പതിയെ പിന്നിലേക്ക് വലിക്കാൻ തുടങ്ങി. ഇതും ഉക്രൈൻ ചെയ്ത പദ്ധതിയിലുണ്ടായ ഒരു വലിയ പരാജയമായി മാറി. അങ്ങനെ എന്തൊക്കെ ചേർത്ത് വെച്ച് നോക്കിയാലും അവയെല്ലാം അവസാനം ഒരു പോയിന്റിൽ കൊണ്ടുവന്നെത്തിക്കും. എപ്പോൾ ആക്രമിക്കുന്നു, ഏത് ആയുധം വെച്ച് ആക്രമിക്കുന്നു, ഇതൊന്നും അല്ല കാര്യം.
എത്രത്തോളം ആക്രമിക്കുന്നു, ഏത് രീതിയിൽ ആക്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു യുദ്ധത്തിന്റെ പോക്കിനെ തന്നെ മാറ്റുന്നത്, ഒരു യുദ്ധത്തിന്റെ അവസാനം നിർണ്ണയിക്കാനുള്ള ഒരു കാര്യമായി മാറുന്നത്. ഇപ്പോൾ ഉക്രൈനെ സംബന്ധിച്ച് അവർ എത്ര തന്നെ ഒരുപാട് എക്യുപ്മെന്റ്സ് ചോദിച്ചാലും ഈ മാൻ പവർ ഷോർട്ടേജ് എന്നത് ഈ യുദ്ധത്തിൽ അവരെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റഷ്യയുടെ കീഴിൽ അവർ ഓരോ നഗരങ്ങളെയായി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.